Okay, next ഒരു പ്രോബ്ലമാണ്. 4 point loads 8 kilonewton, 15 kilonewton, 15 kilonewton and 10 kilonewton have center to center spacing of 2 meter between consecutive loads and they cross over a span of 30 meter from left to right with 10 kilonewton load leading. Calculate the maximum shear force and bending moment at 8 meter from the ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രെയിൻ ഓഫ് ലോഡ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 പോയിൻറ്റ് ലോഡ്സ് ഉണ്ട്. 8 കിലോ ന്യൂട്ടൺ, 15 കിലോ ന്യൂട്ടൺ, 15 കിലോ ന്യൂട്ടൺ ആൻഡ് 10 കിലോ ന്യൂട്ടൺ. ഇത് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ബീമിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 30 മീറ്ററാണ് തന്നിട്ടുണ്ട്. ലോഡ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റിലോട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ഇവിടുത്തെ ലീഡിങ് ലോഡ് എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടനാണ് ലീഡിങ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒബ്വിയസ്ലി 8 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രെയിലിംഗ് ലോഡായിരിക്കും. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് 8 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. ലെഫ്റ്റ് സപ്പോർട്ടിന് 8 മീറ്റർ വിട്ടിട്ട് ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം സെക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 8 മീറ്റർ ആയിട്ടാണ് എടുക്കേണ്ടത്. ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 30 മീറ്റർ ആണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്സ്. നമ്മൾ ഓരോ ലോഡും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ലോഡെല്ലാം അറേഞ്ച് ചെയ്തു. സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. സെക്ഷൻ സി ലെഫ്റ്റ് സപ്പോർട്ടിന് 8 മീറ്റർ, ടോട്ടൽ സ്പാൻ 30 മീറ്റർ. ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈക്വൽ ടു 8 മീറ്ററാണ്. ഇവിടെ L മൈനസ് എക്സ് മാക്സിമം. ഇവിടുത്തെ പോസിറ്റീവ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് L മൈനസ് എക്സ് ബൈ എൽ ആണ്. L എന്ന് പറയുന്നത് 30 മൈനസ് 8/30 വിച്ച് ഇസ് ഈക്വൽ ടു 11/15 എന്ന് കിട്ടും. ഇനി നെഗറ്റീവ് മാക്സിമം നെഗറ്റീവ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ആണ്. എക്സ് ബൈ എൽ എന്ന് പറയുന്നത് 4/15. എക്സ് എന്ന് പറയുന്നത് 8 കൊടുക്കും. 8/30 എന്ന് പറയുന്നത് 4/15 ആണ്. ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 8 മീറ്റർ വരച്ചു. ഇവിടുത്തെ മാക്സിമം പോസിറ്റീവ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ്, ദാറ്റ് ഈസ് 8/30 ഇൻറ്റു 30 മൈനസ് 8 എന്ന് കഴിയുമ്പോൾ നമുക്ക് 88/15 എന്ന് കിട്ടും. ഇനി മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലീഡിങ് ലോഡിനെ അറ്റ് സെക്ഷൻ സിയിൽ പ്ലേസ് ചെയ്യുക. ലീഡിങ് ലോഡ് എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടനാണ്. 10 കിലോ ന്യൂട്ടനെ നമ്മൾ അറ്റ് സെക്ഷൻ സിയിൽ പ്ലേസ് ചെയ്തു. അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ബാക്കി ലോഡ്സും വരച്ചു. സെക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 8 മീറ്ററാണ്. സെക്ഷൻ മാർക്ക് ചെയ്തു 30 മീറ്റർ. ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. ഇവിടുത്തെ 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് Y2, 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് Y3, 8 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് Y4. നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? Y2, Y3, Y4 ഓർഡിനേറ്റ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. നമ്മൾ സിമിലർ ട്രയാങ്കിളിൻ്റെ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. Y2 is equal to ടോട്ടൽ ഇവിടുത്തെ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് 4/15 ആണ്. 4/15 ഇൻറ്റു ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ? 8 ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആണ്. ദാറ്റ് ഈസ് 4/15 ഇൻറ്റു 6/8 വിച്ച് ഈസ് ഈക്വൽ ടു 3/15. നെക്സ്റ്റ് Y3 എന്ന് പറയുന്നത് 4/15 ഇൻറ്റു 4/8 ദാറ്റ് ഈസ് 2/15. And next to Y4 is equal to 4/15 into 2/8. It is 1/15. നമ്മൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ദാറ്റ് ഈസ് 10 into 4/15 പ്ലസ് 15 into 3/15 പ്ലസ് 15 into 2/15 പ്ലസ് 8 into 1/15 which is equal to 123/15 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിലിംഗ് ലോഡിനെയാണ് നമ്മൾ അറ്റ് സെക്ഷൻ സിയിൽ പ്ലേസ് ചെയ്യുന്നത്.
സെക്ഷൻ സിയിൽ ട്രെയിലിംഗ് ലോഡായിട്ടുള്ള 8 കിലോ ന്യൂട്ടൺ പ്ലേസ് ചെയ്തു. ബാക്കി ലോഡ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു ഷിയർ ഫോഴ്സിൻ്റെ. എന്നിട്ട് ഓരോ ലോഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തു. Y2 8 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എത്രയാണ്? 11/15 ആണ്. 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് Y2, ഈ 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് Y3 ആൻഡ് 10 കിലോ ന്യൂട്ടൻ്റെ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് Y4. സെക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ട് എന്നാണ് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 8 മീറ്റർ. ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ. ഫോർ 30 - 8 എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ 22 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഈ C2B പോർഷൻ എന്ന് പറയുന്നത് 22 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഓരോ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ Y1 = 11/15 എന്നെടുത്തു. നെക്സ്റ്റ് Y2 = 11/15 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 22 - 2 ആയിരിക്കും. ഇറ്റ് ഈസ് 20/22 which is equal to 10/15 എന്ന് കിട്ടും. നെക്സ്റ്റ് Y3 = 11/15 ഇൻറ്റു 18/22 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/15. നെക്സ്റ്റ് Y4 is equal to 11/15 ഇൻറ്റു 16/22 ദാറ്റ് ഈസ് 8/15 എന്ന് കിട്ടും. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഓർഡിനേറ്റ് ഇറ്റ് ഈസ് 8 × 11/15 പ്ലസ് 15 × 10/15 പ്ലസ് 15 × 9/15 പ്ലസ് 15 × 8/15 ദാറ്റ് ഈസ് 453/15 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി ഒബ്റ്റെയിൻ വെൻ എനി വൺ ഓഫ് ദി ലോഡ് ഈസ് അറ്റ് ദി സെക്ഷൻ സി. ഇതിൽ ഏതെങ്കിലും ഒരു ലോഡ് സെക്ഷൻ സിയിൽ വയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുക. പക്ഷേ അത് ഏത് ലോഡാണ് സെക്ഷൻ സിയിലെന്ന് വെക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് പോലെ എന്ത് ചെയ്യും? ഇതിൽ ഓരോ ലോഡ്സും അറ്റ് സെക്ഷൻ സിയിൽ വയ്ക്കും. എന്നിട്ട് കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കും, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഏത് ലോഡാണ് അറ്റ് സെക്ഷൻ സിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത് അതായിരിക്കും ഈ ഒരു കേസിലെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് കേസ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്നത് 10 കിലോ ന്യൂട്ടൺ ലോഡിനെയാണ് ഈ സെക്ഷനിൽ വയ്ക്കുന്നത്. 10 കിലോ ന്യൂട്ടൺ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ സെക്ഷൻ സിയിൽ വെച്ചു. അതിനെ ഫോളോ ചെയ്തിട്ട് ബാക്കി ലോഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു. 10 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് YC ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 88/15. നെക്സ്റ്റ് ഈ 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് Y1 ഇസ് ഈക്വൽ ടു 88/15 ഇൻറ്റു 6/8 വിച്ച് ഇസ് ഈക്വൽ ടു 66/15. നെക്സ്റ്റ് ഈ 15 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് Y2 എന്ന് പറയുന്നത് 88/15 ഇൻറ്റു 4/8 which is equal to 44/15. നെക്സ്റ്റ് 8 കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് Y3 is equal to 88/15 ഇൻറ്റു 2/8 which is equal to 22/15. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 8 × Y3 ആണ്. 8 × 22/15 പ്ലസ് 15 × 44/15 പ്ലസ് 15 × 66/15 പ്ലസ് 10 × 88/15. ശരി, നമുക്ക് 180.38 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. കേസ് 1 എന്നാൽ 10 കിലോ ന്യൂട്ടൺ അറ്റ് സെക്ഷൻ സിയിൽ വയ്ക്കുമ്പോൾ കിട്ടുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 180.38 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് 2 എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ ലോഡ് അറ്റ് സെക്ഷൻ സി
സെക്ഷൻ സിയിലാണ് നമ്മൾ 15 കിലോ ന്യൂട്ടൺ ലോഡ്, സെക്കൻഡ് ലോഡായിട്ടുള്ള 15 കിലോ ന്യൂട്ടണ് അറ്റ് സിയിൽ വെക്കുന്നു. കറസ്പോണ്ടിങ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് വരച്ചു. 10 കിലോ ന്യൂട്ടൺ കാരണം y1 ആണ് 10 കിലോ ന്യൂട്ടൻ്റെ ഓർഡിനേറ്റ്. 15 കിലോ ന്യൂട്ടൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 88/15. ഈ 15 കിലോ ന്യൂട്ടൻ്റെ y3 y4. സിമിലർ ട്രയാങ്കിൾ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ y1 കണ്ടുപിടിച്ചു, which is equal to 80/15. y3 എന്ന് പറയുന്നത് 66/15. y4 എന്ന് പറയുന്നത് 44/15 എന്ന് കിട്ടും. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 8 × 44/15 പ്ലസ് 15 × 66/15 പ്ലസ് 15 × 88/15 പ്ലസ് 10 × 80/15, which is equal to 230.7 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി തേർഡ് കേസാണ്, നമ്മുടെ തേർഡ് ലോഡായിട്ടുള്ള 15 കിലോ ന്യൂട്ടനാണ് സെക്ഷൻ സിയിലേക്ക് വെക്കുന്നത്. ഇങ്ങനെ ബാക്കി ലോഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് വരച്ചു. 10 കിലോ ന്യൂട്ടൺ കാരണം ആക്ട് ചെയ്യുന്ന 10 കിലോ ന്യൂട്ടൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് y4, 15 കിലോ ന്യൂട്ടൻ്റെ ഓർഡിനേറ്റ് y3, ഈ 15 കിലോ ന്യൂട്ടൻ്റെ y2, 8 × y1. ഇനി നമ്മൾ സിമിലർ ട്രയാങ്കിൾ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഈ 8 കിലോ ന്യൂട്ടൻ്റെ ഓർഡിനേറ്റ് ആയിട്ടുള്ള y1 കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു 66/15. y2 എന്ന് പറയുന്നത് 88/15 നമുക്കറിയാം. y3 എന്ന് പറയുന്നത് 80/15 ആൻഡ് y4 62/15 എന്ന് കിട്ടും. മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലോഡ് ഇൻറ്റു ഓർഡിനേറ്റ്സ് ചെയ്തു. 251.15 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് കേസ് 3യിൽ. ഈ 15 കിലോ ന്യൂട്ടൺ ലോഡ് സെക്ഷൻ സിയിൽ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 251.515 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിലിംഗ് ലോഡ്, ഏറ്റവും ലാസ്റ്റ് ലോഡായിട്ടുള്ള 8 കിലോ ന്യൂട്ടൺ അറ്റ് സെക്ഷൻ സിയിൽ വെച്ചു. ബാക്കി ലോഡ്സ് നമുക്കറിയാം ലോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത്. അപ്പോൾ ഈ 8 കിലോ ന്യൂട്ടൺ നമ്മൾ സെക്ഷൻ സിയിലേക്ക് വെച്ചു. ബാക്കി റോഡ്സ് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തു. ഇനി ഓരോ ലോഡ്സിനും റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തു. 8 കിലോ ന്യൂട്ടന് y1 ആണ്. y1ൻ്റെ വാല്യൂ 88/15 ആണെന്നറിയാം. y2 വാല്യൂ നമ്മൾ സിമിലർ ട്രയാങ്കിൾ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു, 80/15. ഈ y3 എന്ന് പറയുന്നത് 72/15 എന്ന് കിട്ടും. ആൻഡ് y4 എന്ന് പറയുന്നത് 64/15 എന്ന് കിട്ടും. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദാറ്റ് ഈസ് 8 × 88/15 പ്ലസ് 15 × 8/15 പ്ലസ് 15 × 72/15 പ്ലസ് 10 × 64/15. നമുക്ക് ടോട്ടൽ 241.54 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമ്മൾ എല്ലാ കേസും ചെയ്തു. കേസ് 4 ചെയ്തു, കേസ് 3, കേസ് 2, കേസ് 1. ഓരോ ലോഡും നമ്മൾ ഓരോ പൊസിഷനിൽ വെച്ചു. ഇതിൽ ഏത് ലോഡാണ് അറ്റ് സെക്ഷൻ സിയിൽ വെച്ചപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയത്? കേസ് 3യിലാണ്. വെൻ 15 കിലോ ന്യൂട്ടൺ ലോഡ് ഈസ് അറ്റ് സെക്ഷൻ സിയിലാകുമ്പോഴാണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്തെഴുതാം? Comparing all the 4 cases, the maximum bending moment for the section at a distance of 8 meter from A is the third case. That is when the second load, that is 15 kilonewton, is at the section C. Therefore, maximum bending moment is equal to 251.15 kilonewton meter.